അപ്പോൾ ഇബ്ലീസ് ബിസിയിലാണ്. അതുകൊണ്ട് ആ സമയത്തുള്ള ഉറക്കം, ഉച്ച സമയത്തുള്ള ഉറക്കം നല്ലതാ. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം, അസറിന് ശേഷമുള്ള ഉറക്കം അത് ദാരിദ്ര്യം വലിച്ചുകൊണ്ടുവരുന്നതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അസറിന് മുമ്പ് ഇത്തിരി ഉറക്കം അല്ലേ, മഗ്രിബിന്റെ മുമ്പ് വരെ ഉറക്കം, ഉറങ്ങേണ്ട സമയമല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അത് ഇബ്ലീസിനെ വല്ലാതെ വേദനിപ്പിക്കും, ഇബ്ലീസിനെ വല്ലാതെ വേദനിപ്പിക്കും. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ ആ വീട്ടിൽ നിന്ന് ഇബ്ലീസ് പുറത്താ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ വീട് പൂട്ടിയിട്ട് പോകുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ട് പോകുന്നത്. കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി ചുറ്റുഭാഗം മുഴുവനും വളയം ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. കാരണം മരണമല്ലാതെ വേറൊന്നും നിന്നെ തേടി വരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാൾ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി, അതാ കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതി ഊതാൻ പറയുന്നത്. വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ആയത്തുൽ കുർസി ഓതി ഊതാൻ പറയുന്നത് വെറുതെ അല്ല. മരണമല്ലാതെ വേറൊന്നും വരില്ല, ഒരു ശൈത്താനും വരില്ല, ഒരു ഇടജന്തുവും വരില്ല. ആയത്തുൽ കുർസി, അതാണ് വലിയ മഹത്വം. ഇത് പറഞ്ഞത് ഇബ്ലീസ് തന്നെയാ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ കാണാം, അമാനത്ത്, ഗനീമത്ത് സ്വത്ത്, അമാനത്തിന്റെ സ്വത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി, കാവല് നിൽക്കുന്നതിന് വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ കാവൽക്കാരനായിട്ട് നിർത്തി. രാത്രി നോക്കുമ്പോ ഒരാൾ പതുങ്ങി വന്നിട്ട് വാരുകയാ. ഉടനെ അബൂ ഹുറൈറ തങ്ങൾ കയറി പിടിച്ചു. ബാ റസൂലുള്ളാഹി, തങ്ങളുടെ മുന്നിൽ പോകാം, കള്ളനാണല്ലോ, ശിക്ഷ മേടിച്ചു തരാം. അബൂ ഹുറൈറ, പാവപ്പെട്ടവനെ ഞാൻ എന്നെ വെറുതെ വിടണം, ഞാൻ പാവപ്പെട്ടവനായി എന്നെ വെറുതെ വിടണം, എൻ്റെ ഭാര്യയും മക്കളും പട്ടിണിയാ. ഗതികേട് കൊണ്ട് വന്നത് അബൂ ഹുറൈറ. ഉടനെ പറഞ്ഞു, എന്നാ ഇട്ടിട്ട് പോ, നിന്നെ വിട്ടേക്കൊന്ന്. വെറുതെ വിട്ടു. രണ്ടാമത്തെ ദിവസവും ഇതുപോലെ വന്ന് മോഷണം നടത്തി. അപ്പോഴും പിടിച്ചു, അപ്പോഴും കരഞ്ഞു. അബൂ ഹുറൈറ പാവപ്പെട്ട സ്വഹാബിയ, പട്ടിണി കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യന്റെ കരച്ചിൽ കണ്ടപ്പോൾ വെറുതെ വിട്ടു. പക്ഷേ മൂന്നാമത്തെ ദിവസവും വന്നു. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ 2 പ്രാവശ്യം വിട്ടതാ, ഇനി വിടൂല, ഇനി നീ എന്തു പറഞ്ഞാലും ഞാൻ വിടൂല. ആ സമയത്ത് ആ മനുഷ്യന് മനസ്സിലായി അബൂ ഹുറൈറ എന്നെ വെറുതെ വിടില്ല എന്ന്. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം. കാരണം അബൂ ഹുറൈറയ്ക്ക് ഇൽമെന്ന് പറഞ്ഞ വലിയ മഹബ്ബത്താ. ഞാൻ നിനക്കൊരു അറിവ് പറഞ്ഞു തരാം, ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് ഓതിയ ഇബ്ലീസിന്റെ ശല്യം മാറും. ഈ ഒരൊറ്റ ആയത്ത് നീ ഓതിയ ഇബ്ലീസിന്റെ ശല്യം മാറും. അബൂ ഹുറൈറ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, മനുഷ്യനെ വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, കള്ളനെ നീ വെറുതെ വിട്ടു ഇല്ലേ? നബിയെ, 2 പ്രാവശ്യം അവൻ കരഞ്ഞപ്പോൾ വെറുതെ വിട്ടു. പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചതാ. പക്ഷെ അവൻ എനിക്കൊരു അറിവ് പറഞ്ഞു തന്നു നബിയെ. അവൻ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തന്നു. അത് ഓതിക്കഴിഞ്ഞാൽ ഈ ശൈത്താന്റെ ഉപദ്രവം മാറുമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അവൻ ആരാണെന്ന് നിനക്കറിയുമോ? എനിക്കറിയില്ല നബിയെ, അത് ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് ഈ അറിവ് പറഞ്ഞു തന്നാരാ? ഇബ്ലീസാ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു കൊടുത്തത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത്, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഏതെങ്കിലും മനുഷ്യന് പാരായണം ചെയ്താൽ ശൈത്താന്റെ ഉപദ്രവം മാറും. നിന്റെ വീട്ടിലോത്, നിന്റെ വാഹനത്തിലോത്, നിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സമയത്തോത്, നീ വീട് പൂട്ടിയിട്ട് പോകുമ്പോ ഓത്, നിന്റെ വാഹനത്തിനകത്ത് കയറുമ്പോ, നിന്റെ കടക്കകത്ത് കയറുമ്പോ, നീ കടയടയ്ക്കുമ്പോ, കച്ചവടത്തിന്റെ സമയത്ത് ഈ ആയത്ത് നീ ഓത്. ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു നിന്നെ കാത്തിരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാ. അതുകൊണ്ട് നീ ആ ഇബ്ലീസിനെ നീ വല്ലാതെ പേടിക്കണം, നീ അവനോട് യുദ്ധം ചെയ്യണം. മഹാനായ ഖാതിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്ന, ഉസ്താദ്, ജനങ്ങൾ മുഴുവനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വെക്കുകയാണ്, അവർ പരസ്പരം അക്രമം കൊലയും നടത്തുകയാണ്. ഞാൻ അപ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് കാണുന്നത്, ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ